നമ്മൾ എപ്പോഴും ഫേസ് കഴുകാൻ അല്ലെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫേസ് വാഷുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. കുറെ ആളുകൾക്കൊക്കെ ചില ഫേസ് വാഷുകളൊക്കെ അലർജി ഉണ്ടാകാം, ചില ഫേസ് വാഷുകളിലൊക്കെ അമിതമായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും, അത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം ഫ്യൂച്ചറിൽ. സോ ഇങ്ങനെയൊക്കെ കുറെ കൺസേൺ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നാച്ചുറൽ ആയിട്ടുള്ള വഴികളിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സൊല്യൂഷൻസ് പറഞ്ഞു തരാം. ചില പൗഡേഴ്സ് ആണ് നമ്മൾ ഫേസ് വാഷിന് പകരം, അതായത് നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷിന് പകരം നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഫേസ് വാഷ് പൗഡറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന ഒന്നാണ് കടലമാവ്. കടലമാവ് നമ്മുടെ ചർമ്മത്തിലുള്ള ഡെഡ് സെൽസും അഴുക്കും അതുപോലെ അമിതമായിട്ട് എണ്ണയുണ്ടെങ്കിൽ അതും ഒക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഇത് മിക്സ് ആക്കി ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് കടലമാവും പാലും കൂടെ മിക്സ് ആക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പോകുന്നതാണ്. അതുപോലെ തന്നെ കടലമാവിൻ്റെ കൂടെ തൈര് മിക്സ് ആക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം. പിന്നെ ഫേസ് വാഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും കടലമാവും റോസ് വാട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ പാലോ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം പാല് നല്ലോണം ക്ലെൻസ് ചെയ്യും, അതുപോലെ റോസ് വാട്ടർ ആണെങ്കിലും ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. സോ ഇത് രണ്ടും കൂടെ ചേർന്ന് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആവും. പിന്നെ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കടലമാവ് ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആക്കിയേക്കാം. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ചേരുവകൾ കൂടെ ഇതിൽ തേനോ മറ്റോ ആഡ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള, അതായത് ഫേഷ്യൽ ഹെയറുകൾ ഒരു പരിധി വരെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കടലമാവ് സഹായിക്കുന്നുണ്ട്. മുൾട്ടാനി മിട്ടി നമുക്ക് നോർമലായിട്ട് നമ്മൾ ചർമ്മ സംരക്ഷണത്തിനൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഒന്നാണ്, തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് മുൾട്ടാനി മിട്ടി. മുൾട്ടാനി മിട്ടി ഇതുപോലെ തന്നെ വെള്ളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിലോ മിക്സ് ആക്കി നമ്മുടെ ഫേസിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫേസ് വാഷിന്റെ തന്നെ എഫക്റ്റ് ആണ് ഉണ്ടാവുക. നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, നമ്മുടെ ചർമ്മത്തിലെ പോഴ്സിനകത്തുള്ള എല്ലാ അഴുക്കും നീക്കം ചെയ്യും. നമുക്ക് ആക്നെ പിമ്പിൾ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും, വരാതിരിക്കാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മുൾട്ടാനി മിട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ മിക്സ് ചെയ്യാൻ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പൊതുവെ ഒരുപാട് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാത്ത ഒന്നാണ് മുൾട്ടാനി മിട്ടി. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചെറുപയർ പൊടിയാണ്. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, ഒട്ടുമിക്ക ആളുകളും തന്നെ. അതായത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം, അതുപോലെ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസിനെ റെജുവിനേറ്റ് ചെയ്യുക, അതായത് പുനരുജ്ജീവിപ്പിക്കാനും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും സഹായിക്കും. ഇപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും ടാനിങ്ങിന്റെ പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പിഗ്മെന്റേഷൻ പോലെയൊക്കെ വരുന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ നല്ല പൊടിയായിട്ടുള്ള ചെറുപയർ പൊടിയാണ് യൂസ് ചെയ്യേണ്ടത്. നല്ലൊരു സ്ക്രബ് പോലെ ഇത് ആക്ട് ചെയ്യും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രബ് രൂപേണ വേണമെങ്കിലും യൂസ് ചെയ്യാം, ആഴ്ചയിൽ ഒരു 2 തവണ. അല്ലാതെ ദിവസവും ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ചേരുവകൾ ചേർത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡീപ്പായിട്ട് നമ്മുടെ ഫേസിലുള്ള ആ ഒരു ചെളിയും അഴുക്കും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ തേനോ അല്ലെങ്കിൽ പാലോ തൈരോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ച് മിക്സ് ആക്കി ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടിയും നന്നായിട്ട് നമ്മുടെ ചർമ്മത്തെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അരിപ്പൊടിയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതിലും നല്ലത് ഒരു സ്ക്രബ് പോലെ ആഴ്ചയിൽ ഒരു 2 തവണ യൂസ് ചെയ്യുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റർ ആണ് അരിപ്പൊടി. നമ്മുടെ ചർമ്മത്തെ ബ്രൈറ്റ് ആക്കാൻ, ചെറിയ ചെറിയ പാടുകൾ കുറയ്ക്കാൻ ഒക്കെ സഹായിക്കും. മാത്രമല്ല നന്നായിട്ട് നമ്മുടെ ചർമ്മത്തെ ഡീപ്പായിട്ട് തന്നെ അഴുക്കുകൾ മാറാൻ, അമിതമായിട്ടുള്ള എണ്ണയൊക്കെ നീക്കം ചെയ്യാനായിട്ടും അരിപ്പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ അരിപ്പൊടിയും നമുക്ക് ഫേസ് വാഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ ഫേസ് വാഷിന് വേണ്ടി, അതായത് നമ്മുടെ മുഖം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് റാഗി പൗഡർ. റാഗി വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിക്കുക. അതിനുശേഷം ഇതിലേക്ക് പാലോ ചെറുനാരങ്ങ നീരോ അല്പം ചേർത്തിട്ട് മിക്സ് ആക്കി ഫേസിൽ അപ്ലൈ ചെയ്ത് ദിവസവും ഫേസ് വാഷ് പോലെ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഫേസിനെ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് റിഫ്രഷ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുന്നതിന് മുൻപ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന
ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഫേസിന് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും അവരവരുടെ സ്കിൻ ടൈപ്പ് അറിയായിരിക്കും, അതിനനുസരിച്ചുള്ള മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ മിക്സ് ആക്കി വേണം ഇവയൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇതിന് പുറമേ ആയിട്ട് നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ പുറകിലോ ഒക്കെ ആയിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഡയറക്റ്റ് ഫേസിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.